ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വരുന്നു, നമ്മളും സുഖമായിരിക്കുന്നു. അങ്ങനെ അമ്മുക്കുട്ടിയുടെ സ്കൂൾ ഓപ്പൺ ആവുകയാണ് കേട്ടോ. നാളെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സ്കൂൾ ഓപ്പൺ ആകുന്നതിന് മുൻപ് അമ്മുക്കുട്ടിക്ക് വേണ്ടുന്ന യൂണിഫോംസും ബുക്സും ഒക്കെ വാങ്ങുന്നതും ബുക്ക് അറേഞ്ച് ചെയ്യുന്നതിലായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് ചാനലിലുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം, അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ സ്കൂൾ ഓപ്പൺ ആവുകയാണ് നാളെ. അതിന് മുൻപായിട്ട് തന്നെ അമ്മക്കുട്ടിയുടെ അച്ഛൻ വിദേശത്തായിരുന്ന ജോലി ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗാണിത്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വേണ്ടുന്ന ബാഗും അതുപോലുള്ള ആക്സസറീസൊന്നും വാങ്ങാതിരുന്നത്. അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗാണ് ഇത്. അമ്മക്കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ, ലാവൻഡർ കളർ. അമ്മക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് പർപ്പിൾ, ലാവൻഡർ ഇതുപോലുള്ള കളറുകൾ. മാത്രമല്ല ഇത് ഒരുപാട് പോക്കറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിലും സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പോക്കറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. 2 വലിയ പോർഷൻസ് കൂടാതെയാണ് ചെറിയ ചെറിയ മറ്റുള്ള പോക്കറ്റ്സ് കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. അമ്മുക്കുട്ടിയുടെ സന്തോഷം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വരുന്നു. അമ്മുക്കുട്ടി ഒരുപാട് ഹാപ്പിയാണ്. ഇത് കൂടാതെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈമും ഇതുപോലുള്ള ഒരു ബോക്സ് തന്നെയാണ് കൊണ്ടുവന്നത്. അതൊരു ബ്ലൂ കളറായിരുന്നു. ഇതിപ്പോൾ കളറ് കുറച്ച് മാറ്റമുണ്ട്. 2 സൈഡും ഓപ്പൺ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ബോക്സാണിത്. ഇതിൻ്റെ അകത്ത് മേജർ പോർഷനിൽ നമുക്കുട്ടി ഓൾറെഡി ഇത് പെൻസിൽസൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇറേസർ വെക്കാനുള്ള ക്യാബുണ്ട്, അതുപോലെ ഷാർപ്പ്നർ ഇതിനകത്ത് തന്നെയുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡും ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പാക്കറ്റ് കളർ പെൻസിൽസും ഉണ്ട്. പിന്നെ ഇതാ പറയാൻ വിട്ടുപോയി, ഒരു വാട്ടർ ബോട്ടിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 1/2 ലിറ്ററിൻ്റേത് ഡാർക്ക് ഗ്രീൻ കളറാണ്. വാട്ടർ ബോട്ടിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അമ്മുക്കുട്ടിക്ക് ഏത് വാട്ടർ ബോട്ടിൽ വാങ്ങിയാലും മാക്സിമം ഒരു 3-4 മന്ത്സ് അത്രേ പോകത്തുള്ളൂ. അതിനുള്ളത് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റും. കാരണം മിക്കവാറും അത് കയ്യിൽ നിന്ന് താഴെ വീഴും, പൊട്ടിപ്പോവും. അങ്ങനെ ഈ ലാസ്റ്റ് ഇയർ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു 3-4 വാട്ടർ ബോട്ടിൽസ് അമ്മുക്കുട്ടിക്ക് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഒരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കണ്ടിട്ട് നല്ല ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയലാണ്, ഹാർഡല്ല, നല്ല സോഫ്റ്റാണ്. അമ്മുക്കുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. അമ്മുക്കുട്ടി ഇതാ നാളെ കൊണ്ടുപോകാനായിട്ടുള്ള ബുക്സ് എല്ലാം ബാഗിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പുതിയ ബാഗ് ആയതുകൊണ്ടും പുതിയ ബുക്സ് ആയതുകൊണ്ടും വലിയ സന്തോഷത്തിലാണ് അറേഞ്ചിങ് ഒക്കെ ചെയ്യുന്നത്. അമ്മുക്കുട്ടിയുടെ സ്കൂളിൽ ഓരോ ടെക്സ്റ്റ് ബുക്കിനും ഓരോ സബ്ജക്റ്റിനും ഓരോ കളറിങ് പേപ്പറാണ് കവർ ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പോൾ വെച്ചത് മാത്സ് ആണ്. മാത്സിന് യെല്ലോ കളറാണ്. മാത്സ് ടെക്സ്റ്റിനായാലും നോട്ടിനായാലും യെല്ലോ ആണ്. ഇംഗ്ലീഷിനൊരു കളർ, EVSനൊരു കളർ, ഹിന്ദിക്കൊരു കളർ, അങ്ങനെയാണ് കേട്ടോ. എല്ലാ സ്കൂളിലും ഒരുപോലെ തന്നെ ആകുമെന്ന് കരുതുന്നു. കാരണം കുഞ്ഞു മക്കൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അമ്മുക്കുട്ടി കളറിങ്ങിൻ്റെ ബോക്സ് എടുത്ത് വെക്കാൻ മറന്നു, അപ്പോൾ അതുകൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ പെൻസിൽ ബോക്സ്, പുതിയ ബുക്സ്, പുതിയ യൂണിഫോം, പുതിയ പെൻസിൽസ് എല്ലാം കൊണ്ടും അമ്മുക്കുട്ടി വലിയ സന്തോഷത്തിലാണ്. അതുകൊണ്ട് അറേഞ്ച്മെൻറ്റ്സിനൊന്നും എന്നെ കൂടെ കൂട്ടിയില്ല, എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 3rd സ്റ്റാൻഡേർഡിലായതുകൊണ്ട് തന്നെ ഒരു 2-3 സബ്ജക്ട്സ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബുക്സിൻ്റെ ടെക്സ്റ്റിൻ്റെയും നോട്ട്സിൻ്റെയും വെയിറ്റ് ഉണ്ടാകും. അപ്പോൾ അത് അമ്മുക്കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. വലിയ കുഴപ്പമില്ല. ഇനി നമുക്കൊരു ലഞ്ച് ബാഗിന് കൂടെ എക്സ്ട്രാ വാങ്ങിക്കാനുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും അതിനകത്ത് വെക്കാം. അപ്പോൾ വെയിറ്റ് കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഈ കബോർഡ് കണ്ടോ, ഇത് നമ്മുടെ അമ്മുക്കുട്ടിയുടെ സ്കൂൾ ബാഗ് വെക്കുന്ന കബോർഡാണ് കേട്ടോ. ഇത് സ്കൂൾ ബാഗ് എല്ലാം റെഡിയാക്കി അതിനകത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അമ്മുക്കുട്ടി തന്നെ അതിനകത്ത് കയറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ഇനി അമ്മുക്കുട്ടി ഇന്നത്തെ രാത്രി ഉറങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അമ്മുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞു, യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അച്ഛൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഫുൾ അച്ഛൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് മുടിയെല്ലാം കെട്ടിക്കൊടുത്താൽ മാത്രം മതി, ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കോളും. ഫുഡ് കഴിപ്പിക്കുന്നത് മുതൽ, ബുക്സ് എടുത്ത് വയ്ക്കുന്നത് മുതൽ, ലഞ്ച് ബാഗ്, വാട്ടർ ബോട്ടിൽ, എല്ലാ കാര്യങ്ങളും അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ഓൾ ഇൻ ഓൾ അച്ഛൻ തന്നെയാണ്. അമ്മുക്കുട്ടിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ വന്നതുകൊണ്ട് തന്നെ ഓട്ടോ ഇക്കയുടെ അടുത്ത് ഇനി ഒരു 1 വീക്ക് അച്ഛൻ കൊണ്ടുവിട്ടോളും, ഇക്ക വരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അമ്മുക്കുട്ടി ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ 2 വീലറിൽ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ പോകുന്ന ഒരു സന്തോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ടാറ്റയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി ഫസ്റ്റ് ഡേ പോയി വന്നിട്ട് എന്താ വിശേഷം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ലവ് യു ഓൾ.